കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും പ്രഥമ കൗൺസിൽ യോഗവും ചേർന്നു. നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗമായ ഷേർലി പൗലോസ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ആദ്യ കൗൺസിൽ യോഗവും ചേർന്നു. നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് നഗരസഭാ കൗൺസിലർ സ്ഥാനം ഏറ്റെടുത്തു. മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗമായ ഷേർലി പൗലോസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. സർക്കാർ ചുമതലപ്പെടുത്തിയ വരണാധികാരി മൂവാറ്റുപുഴ AEO സലാവുദ്ദീൻ പുല്ലത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷേർലി പൗലോസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നോ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് ഷേർലി പൗലോസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട KK സുബൈർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കിഷോർ എണ്ണം എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് അബ്ദുൽസലാം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും CM ഷുക്കൂർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് എന്ന ഞാൻ യഥാർത്ഥമായ വിശ്വാസവും മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഷബീന TE എന്ന ഞാൻ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ജിനു ആന്റണി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ജോയ്സ് മേരി ആന്റണി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ രജിത P എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. തുടർന്ന് ഷേർലി പൗലോസിന്റെ അധ്യക്ഷതയിൽ പ്രഥമ കൗൺസിൽ യോഗം നടന്നു. സെക്രട്ടറി സിമി H യോഗത്തിന് നേതൃത്വം നൽകി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മാത്യു കുഴൽനാടൻ MLA കൗൺസിൽ ഹാളിലെത്തി സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു. ഇനി നമ്മളൊരു കൗൺസിലിൽ വന്നു കഴിയുമ്പോൾ ഈ നഗരത്തിൻ്റെ പൊതുവായ നന്മയെ കരുതി ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഭരണം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ആ എഫക്റ്റീവായിട്ടുള്ള ഭരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് കൗൺസിൽ ഹാളിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസിന് നേതൃത്വം കൊടുക്കണം. ആ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസിന് നേതൃത്വം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാകണം. പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ട പ്രതിപക്ഷ ബഹുമാനം എപ്പോഴും കൊടുക്കണം. പ്രതിപക്ഷത്തിൻ്റെ വോയിസ് അടിച്ചമർത്തുന്നതിലല്ല കാര്യം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്പേഴ്സ് കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളോ കാഴ്ചപ്പാടുകളോ ഒക്കെ വോട്ടിങ്ങിലൂടെയോ മറ്റ് പ്രക്രിയയിലൂടെയോ നമുക്ക് വീറ്റോ ചെയ്യാനോ അല്ലെങ്കിൽ ഓവർ റൂൾ ചെയ്യാനോ കഴിയുമെന്നിരുന്നാൽ പോലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ നിലനിർത്താൻ കഴിയേണ്ടത് ഭരണപക്ഷത്തിൻ്റെ ഒരു മച്യൂരിറ്റിയും ഭരണപക്ഷത്തിൻ്റെ ഒരു ഡെമോക്രസിയോടുള്ള ഒരു റെസ്പെക്റ്റുമാണ്.
സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ മുൻ നഗരസഭാ ചെയർമാൻ പി എൽദോസിന്റെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.